ഉഷാറൊക്കെ പോയോ? വാ, ഇന്നെ പോലെ പേടിയുള്ളവർക്കാ തോന്നുന്നു ഇവിടെ കുഴി വീശിച്ച്. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 8-ാം നൂറ്റാണ്ടിൻ്റെ കാലത്ത് ശങ്കരാചാര്യർ വന്ന് തപസ്സിരുന്ന സർവജ്ഞപീഠം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോണത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദേവിയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് ശങ്കരാചാര്യർ തപസ്സിരുന്നതെന്നൊക്കെയാണ് കേട്ടോ പറയപ്പെടുന്നത്. കുടമനയുടെ ആശ്രമമാണ് ഈ മല എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കുടജാദ്രി പേര് വന്നതെന്നും പറയുന്നത്. ലാസ്റ്റ് ആ ജീപ്പുകളൊക്കെ കണ്ട ഇവിടെ വരെ മാത്രമേ നമുക്ക് ജീപ്പ് വരുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കണം. നടക്കുന്ന വഴിക്ക് ഫസ്റ്റ് തന്നെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ സംഭവം കാണാം. ഞാൻ വിചാരിച്ച് ഫസ്റ്റ് കുളമാണ്, പക്ഷേ കുളമല്ല, അത് കുടിവെള്ളമാണ്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ആരും ഇറങ്ങരുതെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇവിടുന്ന് അവിടെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കയറി തുടങ്ങിയപ്പോൾ തന്നെ ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് കയറാൻ. എങ്ങനെ എടുത്തു നോക്കണം? മലയാളിയാ, ചെക്കനൊന്നും കാണണ്ട. പൊന്നു ഞാൻ നോക്കണം ഇങ്ങോട്ട് വാ. ഞങ്ങളെ കൂടെ അതേപോലെ തന്നെ ചെറിയൊരുത്തുണ്ട് കേട്ടോ. പൊന്നൊന്ന് നമ്മൾ വിളിക്കുന്നത് ഏട്ടൻ്റെ പറ്റി. ചെക്കൻ കുഴങ്ങിട്ടോ, കുഴങ്ങിയിരിക്കുക. എന്താടാ ഉഷാറൊക്കെ പോയോ? വാ, വെയിലുണ്ടെങ്കിലും തണുപ്പ്, നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതിനുണ്ട് ക്ഷീണം അറിയാത്ത. പിന്നെ കയറ്റായതുകൊണ്ട് കിതക്കിനൊക്കെ ഉണ്ട്. എന്താണ് ചെക്ക 2 സ്റ്റെപ്പ് ഓടി കയറും, അവിടെ ഇരിക്കും. തന്നെ കഥ. വാ വാ വാടാ, എന്നെ കൊണ്ട് വയ്യത്. നല്ല അടിപൊളി വ്യൂ ആണ് മുകളിൽ നിന്ന്. പക്ഷെ ഞങ്ങൾ മുകളിൽ എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ചോദിച്ച ചേച്ചി പറഞ്ഞത് 11 മണിക്ക് നടക്കാൻ തുടങ്ങിയതാണ്. ആ കാണുന്ന ചേച്ചി. ഇപ്പോൾ 12 മണിയായി. നല്ല വ്യൂ ഉണ്ട്. ചെക്കൻ അതായിരിക്കുന്നു. നമ്മൾ ഇനി മുകളിലോട്ട് തന്നെ കയറണം, അങ്ങോട്ട് കയറണം. ഓ, കാലാവസ്ഥയോ? ആ, അതിൻ്റെ പേര് കാലാവസ്ഥയാ? ഒന്നര മണിക്കൂർ കേട്ടോ നമുക്കുള്ളത് പോയിട്ട് തിരിച്ചെത്താൻ. അതേപോലെ തന്നെ കയ്യിൽ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് ചെക്കിങ് കാര്യങ്ങളുണ്ടാവും. അവിടുന്ന് 200 രൂപ അടച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറി വരാൻ. അതേപോലെ തിരിച്ച് പോകുമ്പോൾ അതേ പ്ലാസ്റ്റിക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് പൈസ തരും കേട്ടോ. ഇത്ര സമ്പത്ത് കൂടി ആരേത് പോണേ? ഷ്യോ സീന്. എന്നെ പോലെ പേടിയുള്ളവർക്കാ തോന്നുന്നു ഇവിടെ കുഴി വീശിച്ച്. ഇപ്പുറത്താണെങ്കിൽ വലിയൊരു കൊക്ക. ഇവിടെ പേടിയുള്ളവർക്ക് ഇറങ്ങി നടക്കാനുള്ള കുഴി. ഇത് പ്രകൃതി തന്നെ ഒരിക്കൽ കുഴിയാവുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്, താഴത്ത് മൊത്തം കോട ഇങ്ങനെ അടിച്ച് കയറി വരാം. ഇങ്ങനെ കയറി വരുന്നുണ്ട് കോട. അങ്ങോട്ടൊന്നും കാണില്ല. എത്ര നേരം വ്യൂ ഉള്ള സ്ഥലമായിരുന്നു. കോട ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. ആ തണുപ്പിൻ്റെ പവർ കൊണ്ട് അങ്ങനെ കയറി പോണേ. വെയിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരിക്കേണ്ടി വന്നേനെ. ഒരു കുപ്പി വെള്ളം പോലും ഇല്ലാണ്ട് കയറി ഇങ്ങനെ എത്തണം. അടിപൊളി. നമ്മൾ അവിടെ നിന്ന് നോക്കിയ സമയത്ത് ഇത്രത്തോളം മഞ്ഞും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടേക്ക് എത്തുന്ന സമയത്ത് കണ്ടോ, നമ്മൾ മഞ്ഞിങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. നല്ല തണുപ്പുണ്ടായതുകൊണ്ട് തന്നെ വെള്ളം ഇല്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങോട്ടൊന്നും കാണില്ല, ഫുള്ള് കോട കയറിയിട്ട്. ഈസ് അടിപൊളിയാണ്. ഇനിയും ഇങ്ങനെ കയറണം. ഇതെല്ലാം നോക്കിയാ ഇങ്ങനെ താഴോട്ട് പോയാൽ പോയി. നമ്മളങ്ങനെ ഏകദേശം മുകളിലെത്തിട്ടോ. ആ കാണുന്ന അറ്റത്താണ് സർവജ്ഞപീഠം ഉള്ളതെന്നാണ് പറഞ്ഞത്. കിതച്ച് ഞാൻ ഇവിടെ എത്തിയ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ.
പക്ഷെ എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ കൂടെ കയ്യിൽ വെള്ളം ഇല്ലാണ്ട് ഇതുവരെ നടന്നിട്ട് അത്ര വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് കേട്ടോ സർവജ്ഞപീഠം എന്ന് പറയുന്നത്. ഇവിടെ ശങ്കരാചാര്യരുടെ ഒരു കുഞ്ഞു പ്രതിമ പോലെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നവർ ഉണ്ട്. പിന്നെ അതേപോലെ കുറച്ച് മാലയും തൂക്കിയിട്ടൊക്കെ കുറച്ച് മുന്നേ തോന്നുന്നു, ആരൊക്കെ കൊണ്ടൊന്നും തൂക്കിയിടണമാണോ ഇനി എന്തെങ്കിലും ഒരു പൂജ കാര്യങ്ങളെന്താണോ അറിഞ്ഞൂടാ. ഇതിൻ്റെ ബാക്കോട്ടാണ് നമ്മുടെ ഏതൊക്കെയോ ഗുഹ അതൊക്കെ പോകണതൊക്കെ കിട്ടുക. അവിടെയൊക്കെ ഞാൻ നോക്കിയപ്പോൾ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ മൊത്തം കണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് ശങ്കരാചാര്യർ ഇരുന്ന് ആ സ്ഥലത്ത് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. എന്നാലും ഇപ്പോഴും കോട ഉണ്ട് കേട്ടോ. അവിടെ കയറി വരുന്ന നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. നല്ല കോട ഉണ്ടായതുകൊണ്ട് നല്ല കൂള് കാര്യങ്ങളായിട്ട് വലിയ ക്ഷീണമില്ലാണ്ട് കഴിച്ചതായി. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ കൂടുതലുള്ളവരൊക്കെ ഇറങ്ങി, ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങി. അവർ മെല്ലെ ഇറങ്ങുമ്പോഴത്തേക്കും താഴെ എത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ലേറ്റാക്കിയത്. ഈ താഴെ എത്തിയിട്ട് കാണാം. ഈ വന്ന വഴികളൊക്കെ തന്നെയാണ് താഴെ ഇറങ്ങുമ്പോഴും കാണാനുള്ളത്. നമുക്ക് താഴെ ഇറങ്ങാം. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്ന വ്യൂ അടിപൊളി വ്യൂ കേട്ടോ. ഭയങ്കര ഈ മലഞ്ചെരുവ്, കാരണം എനിക്കൊക്കെ ഹൈറ്റ് ഭയങ്കര പേടിയുള്ള ആളാണ്. അപ്പോൾ ഞാനൊക്കെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോട നിറഞ്ഞുകൊണ്ട് എനിക്ക് താഴെ എത്രത്തോളം താഴ്ച ഉണ്ടെന്ന് മനസ്സിലാവാത്തതുകൊണ്ടുകൊണ്ട് ഞാൻ അത്ര ധൈര്യത്തിൽ ഇറങ്ങി. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. എന്തൊക്കെയാണെങ്കിലും മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലം. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. ഭയങ്കര വൈബാണ്. കുത്തനുള്ള കയറ്റമില്ലാത്തതുകൊണ്ട് ആർക്കും കയറാം, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അതുവരെ കുറച്ച് ബുദ്ധിമുട്ടോടെ കയറണമെങ്കിലും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് കയറാം. എന്തായാലും ഞാൻ താഴോട്ട് നടക്കട്ടെ. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഏകദേശം താഴെ എത്താനായിട്ടുണ്ടാവും. പെട്ടെന്ന് ഇറങ്ങിയാൽ എനിക്ക് അവിടെ ജീപ്പിൻ്റെ അടുത്ത് എത്താൻ സമയമുണ്ട് കേട്ടോ. അവർ 1.5 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെയാണ് ഓരോരുത്തർ ജീപ്പുകാർ പറയണത് തിരിച്ചെത്തണം. ഞാൻ താഴോട്ട് പോട്ടെ. കോടലതിനോട് വലിയ ക്ഷീണമില്ലാണ്ട് ഇറങ്ങാം. വെള്ളത്തിൻ്റെ ഒരു കുപ്പി എടുത്ത് കയ്യിലെടുക്കണത് ഭയങ്കര നല്ലതാണ്. ഞാൻ വെച്ചില്ല, അതെനിക്ക് പറ്റിയ തെറ്റി. ഈ വീതി കുറഞ്ഞിട്ടുള്ള ഏരിയ കൂടെ പോകുമ്പോഴുള്ള കാര്യമായിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞത്. കാരണം വെച്ചാൽ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. കാരണം എന്താ പറഞ്ഞൂടെ, ഞാനിപ്പോൾ എത്ര കോൺഫിഡൻസോടുകൂടെ നടക്കാൻ ശ്രമിച്ചാൽ കൂടെ ശരീരം ഓപ്പോസിറ്റായിട്ട് എനിക്ക് പ്രതികരിക്കും. കാരണം ഭയങ്കര കയ്യും കാലും വിറയ്ക്കുന്നൊരു സീനാണ് ഉണ്ടാവില്ല. അതിലിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോളെ. ഏയ്